സത്യം ഫസ്റ്റ് തന്നെ കൂടാൻ താല്പര്യമില്ലേ. ഞാൻ ചിലപ്പം കരയാനൊക്കെ വരും, പേടിയായിനി. യെസ് ഗൈസ്, ഇന്ന് ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ, മോൾക്ക് സബ് ജില്ലയിലൊക്കെ ഫസ്റ്റ് കിട്ടിയൊരു കന്നഡക്കും ഹിന്ദിക്കൊക്കെ ഫസ്റ്റ് കിട്ടിയൊരു കാര്യം പറയണേന്. അവിടെ ഫസ്റ്റ് കിട്ടിയപ്പോൾ എല്ലാവരുടെ ഒരു സന്തോഷ പ്രകടനമാണ് ഈ കാണുന്നതൊക്കെ. ഇത് സബ് ജില്ലയിൽ ഇത് വാർത്താ ചാനലിലാണ് നമ്മൾ കാണുന്നത്. അവിടെ ഫസ്റ്റ് കിട്ടി, കന്നഡക്ക് ഹിന്ദിക്കൊക്കെ ഫസ്റ്റ് കിട്ടി. ഭയങ്കര ഹാപ്പി ആയിന്. നമ്മൾ ഈ വർഷമാണ് കേരളത്തിൽ തന്നെ വന്നത്. ഇത്രയും വർഷമായിട്ട് മൈസൂരിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്കൂളിൽ ചേർന്നിട്ടേ ഉള്ളതിന്. ചേർന്ന ഉടനെ തന്നെ ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട്. പിന്നെ മോൾക്കും തന്നെ ഭയങ്കര പേടി. ഇനി ഫസ്റ്റ് സ്റ്റേജിന്മേൽ കയറാനും പ്രസംഗം പറയാനൊക്കെ അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഓൾക്കും തന്നെ സാധിച്ചത്. എല്ലാ ടീച്ചേഴ്സിനും ഒരുപാട് നന്ദിയുണ്ട്. ഫിനോ, എനിക്കിപ്പോൾ ജില്ലയിലോ ഉപജില്ലയിലൊക്കെ ഫസ്റ്റും സെക്കൻഡും കിട്ടിയ ഗ്രേഡോടെ കൂടിയൊക്കെ കിട്ടിയില്ലേ? അപ്പോൾ അതിൻ്റെ ഒരു ജേണി, ഫസ്റ്റ് മുതലേ അതിൻ്റെ ഒരു ജേണി, പിന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങൾ അതൊക്കെ ഒന്ന് പറയുമോ? സത്യം ഫസ്റ്റ് തന്നെ കൂടാൻ താല്പര്യമില്ലേ. ഞാൻ ചിലപ്പം കരയാനൊക്കെ വരും, പേടിയായിനി. ഞാൻ ഫസ്റ്റ് ടൈം സ്റ്റേജിൽ പോയി പറഞ്ഞപ്പം ഞാൻ എൻ്റെ കാലൊക്കെ വരച്ചപ്പോൾ തണുത്തിന്. പിന്നെ അങ്ങനെ സ്റ്റേജിലൊക്കെ പറഞ്ഞിച്ച് ഞാൻ ഓക്കെ ആയി. പിന്നെ എനിക്കങ്ങനെ ഇപ്പോൾ പേടിയൊന്നുമില്ല. ചെറുതായിട്ട് അങ്ങനെ സ്റ്റേജിൽ കയറുമ്പോൾ പേടിയുണ്ടാവും, അതൊന്നും ഇപ്പോൾ വിഷയമല്ല. അപ്പം അങ്ങനെ തീരെ പേടില്ല. പിന്നെ ഞാൻ എൻ്റെതായ എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചർക്കൊക്കെ പ്രതീക്ഷ ഉണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് വാങ്ങും എന്നൊക്കെ. ആ ഒരു എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായതുകൊണ്ട് ഞാൻ എൻ്റെ കഴിവ് ഉപയോഗിച്ച് ഞാൻ ഫസ്റ്റ് വാങ്ങി. പിന്നെ എനിക്ക് ടീച്ചേഴ്സിനൊക്കെ താങ്ക്സ് പറയാനൊക്കെ ഉണ്ടോ? പിന്നെ എനിക്ക് ഒരു ടീച്ചറല്ല, കുറേ ടീച്ചേഴ്സ്മാർ വെച്ച് കോൺഫിഡൻസ് തന്നിട്ടുണ്ട്. അതൊക്കെ ടീച്ചർമാരുടെ ഓരോരോ കഴിവുകളൊക്കെയാണ്. ഇപ്പം ഞാൻ കന്നഡ സ്പീച്ചും പിന്നെ ഹിന്ദി സ്പീച്ചിനാണ് കൂടുതൽ. ഞാൻ കന്നഡ വേണ്ട ടീച്ചറെ വെച്ച് ഹിന്ദി മാത്രം അതിനൊക്കെ പറഞ്ഞു. പക്ഷെ കന്നഡയിലാണ് വെച്ച് ഫസ്റ്റ് കിട്ടിയത്. അപ്പം പിന്നെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, കുട്ടികളെല്ലാവരും കൂടണം, എല്ലാ ഇതിലും കൂടണം. അപ്പം ആൾക്കാരോട് വർത്താനം പറയാനൊക്കെ പേടിയാണ് ആദ്യം. പക്ഷെ 3-4 വട്ടം സ്റ്റേജിൽ കയറിയപ്പോൾ ഒട്ടും പേടി അങ്ങനെ ഒന്നിച്ചിട്ടല്ല. വെരി ഗുഡ്. പിന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് പറയാതെക്കാൻ വയ്യ. വലിയ റാലിയൊക്കെ നടന്ന സമയത്ത് നാട്ടുകാരുടെ ഒരു സപ്പോർട്ട് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും അധികം. ഇനി എല്ലാ ഭാഗത്തു നിന്നും മക്കൾക്ക് പൈസയായിട്ടും മെഡലായിട്ടും പല രീതിയിലുള്ള ഗിഫ്റ്റുകളൊക്കെ കിട്ടി. ഭയങ്കര ഹാപ്പി. ഇനി ഓലൊക്കെ പാടെ കൂട്ടിയാണ്ട് നമ്മൾ ജാഥയൊക്കെ പോയിനി വണ്ടിയിൽ. ഓരോ സ്ഥലത്തു നിന്ന് ഗിഫ്റ്റൊക്കെ കിട്ടി. ഭയങ്കര ഹാപ്പി ആയിട്ട് എന്തായാലും എല്ലാം നടന്നു. ഓക്കെ. സ്കൂളിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ കിട്ടിയ സപ്പോർട്ടിൻ്റെ പുറമെ എൻ്റെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് അതിലും വലുതേനി കേട്ടോ. ഇത് കണ്ടില്ലേ, ഏട്ടന്മാരും ഏട്ടത്തിമാരും അനിയനും ഒക്കെ പാടെ കൂടിയിട്ട് നമ്മളൊരു പരിപാടിയൊക്കെ ഉണ്ടാക്കിയിനി. എല്ലാവരും നമ്മൾ ചോലയിൽ ഫാമിലി എന്നാണ്. ആ ഫാമിലീൻ്റെ ലോഗൊക്കെ വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗിഫ്റ്റൊക്കെ കിട്ടി.